ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ് കെ ജോൺ. ഞങ്ങളുടെ ഈ വർഷത്തെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ വിദ്യാർത്ഥികളുടെ ഒരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ പേര് ഇൻവെർട്ടർ ടൈപ്പ് കൺവെർട്ടർ റെഫ്രിജറേറ്റർ എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ ഫുൾ സ്പേസ്, റെഫ്രിജറേഷൻ സ്പേസ് മുഴുവനായിട്ട് നമുക്ക് ഒരു ഫ്രീസറായിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ അത് ഒരു റെഫ്രിജറേഷൻ നോർമൽ ലെവലിൽ റെഫ്രിജറേറ്ററായിട്ടും മാറ്റാൻ പറ്റും. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവെർട്ട് ചെയ്യാവുന്ന ഒരു റെഫ്രിജറേറ്ററാണ് ഈ പറയുന്ന കൺവെർട്ടർ ടൈപ്പ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസർ, അതേപോലെ കണ്ടൻസർ, അതേപോലെ എക്സ്പാൻഷൻ ഡിവൈസ്, കാപ്പിലറി ട്യൂബാണ്, ഇവാപ്പറേറ്റർ, ഇങ്ങനെയുള്ള ഭാഗമാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ PCB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ PCB ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇൻവെർട്ടർ ലൈനിൽ വോൾട്ടേജിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കറണ്ടിനെ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചിലവാക്കുകയും ചെയ്യുന്ന ഒരു യൂണിറ്റാണിത്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു മോണിറ്റർ ഉണ്ട്. ആ മോണിറ്ററിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫ്രീസർ ആക്കണമെങ്കിൽ ഫ്രീസർ ആക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ ഡോർ സ്വിച്ച് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഫാനുകൾ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഫാനുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഇതേപോലെ ഈ PCB ആയിട്ടാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രത്യേകത നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കറണ്ട് കുറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റണ്ണിങ് ആംബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.16 ആണ് ഇതിൻ്റെ റണ്ണിങ് ആംബിയർ. അത്രയും വളരെ കുറച്ച് കറണ്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണിത്. പിന്നെ ഇത് നമ്മളിതിനകത്ത് ഈ പ്രൊജക്റ്റ് വർക്കായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടൻസറിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് നാച്ചുറൽ കൂൾഡ് കണ്ടൻസറാണ്. ഈ കണ്ടൻസർ നമ്മൾ ഇപ്പോൾ ഒരു ഫോഴ്സ്ഡ് ടൈപ്പ് കണ്ടൻസറാക്കി മാറ്റി. കാരണം അതിനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പ്ലേസ് വളരെ കുറഞ്ഞ രീതിയിൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ള ഡീഫ്രോസ്റ്റ് മെത്തേഡുകളുണ്ട്. ഈ ഡീഫ്രോസ്റ്റ് മെത്തേഡുകളിൽ ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഈ PCB അനുസരിച്ചാണ്. ഈ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന PCB. ഈ PCB മെയിനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ കറണ്ടിന് ഏറ്റവും ചെറിയ രീതിയിൽ കുറച്ച് നമുക്ക് വളരെ ലാഭകരമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇതിൻ്റെ ഈ ഭാഗം 2 ബോർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് പവർ സപ്ലൈ സ്റ്റേജാണ്. ഈ പവർ സപ്ലൈ സ്റ്റേജിൽ നിന്ന് നേരെ ഈ ഇൻവെർട്ടർ ബോർഡിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻവെർട്ടർ ബോർഡിനകത്ത് മൈക്രോ പ്രൊസസ്സറുകളാണ് നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചറിനെയും അതുപോലെ ഫാനിനെയും അതുപോലെ ഡീഫ്രോസ്റ്റിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ പ്രൊജക്റ്റാണ്. നമ്മുടെ സീനിയർ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ലൈവാണ്, ഇത് വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഫാനുകളും അതുപോലെ കംപ്രസറും എല്ലാം വളരെ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു വലിയ വിജയപ്രദമായിട്ടുള്ള പ്രൊജക്റ്റാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കൺവെർട്ടബിൾ ടൈപ്പ് ഇൻവെർട്ടർ റെഫ്രിജറേറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കറണ്ട് കുറഞ്ഞ രീതിയിൽ ഇതിൻ്റെ റണ്ണിങ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.16 ആണ് വരുന്നത്. അത്രയും കറണ്ട് കുറവാണ് വരുന്നത്. വളരെ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെഫ്രിജറേറ്ററാണിത്.